വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നണികളെയും പാർട്ടികളെയും സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ്. പരമാവധി മണ്ഡലങ്ങളിൽ വിജയം നേടി തുടർഭരണമാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം. അതേസമയം ഏത് വിധേനയും അട്ടിമറിയിലൂടെ അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നതാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഇരുമുന്നണികളെയും ഞെട്ടിക്കുന്ന തരത്തിൽ മുന്നേറ്റം നടത്തുകയാണ് BJPയുടെ പദ്ധതി. ഒരു ഭരണകൂടം എന്ന നിലയിൽ ജനങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിലും ഇടതിന് വലിയ സ്വീകാര്യതയുണ്ട്. പലയാവർത്തി ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായപ്പോഴും സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പൊതുവെ ജനങ്ങൾ സന്തുഷ്ടരാണ്. PM ശ്രീ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഒരു തരത്തിലും സർക്കാരിന് ദോഷകരമായി മാറിയിട്ടില്ല. എന്നാൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPI ഉയർത്തിയ അനാവശ്യ വിവാദങ്ങളിൽ CPI നേതാക്കളോട് CPMകാർക്കും മറ്റുള്ളവർക്കും ചില വിയോജിപ്പുകൾ വന്നിട്ടുണ്ട്. അതിനു പുറമെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIക്ക് രാഷ്ട്രീയമായി നിലനിൽപ്പില്ലാത്ത സാഹചര്യവും പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് തലവേദനയാണ്. ഡൽഹി JNU സർവകലാശാലയിലെ തീപ്പൊരി സഖാവായിരുന്ന മുഹമ്മദ് മുക്സിനെ പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴും പിന്നീട് MLA ആക്കുമ്പോഴും ഇടതുമുന്നണിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയമായി യാതൊരു മുന്നേറ്റവും മണ്ഡലത്തിൽ നടപ്പാക്കാൻ മുഹമ്മദ് മുക്സിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം കൂടി ഉണ്ടായതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPIയുടെ കാര്യം അങ്കലാപ്പിലായിട്ടുണ്ട്. V4 പട്ടാമ്പി ഇനിയില്ലെന്ന് കോൺഗ്രസിൽ തിരിച്ചെത്തിയ TP ഷാജിയുടെ പ്രസ്താവന UDFന് ഏറെ പ്രതീക്ഷകളാണ് നൽകുന്നത്. 2020 കോൺഗ്രസിന് തിരിച്ചടിയായ നീക്കമായിരുന്നു ഷാജിയും കൂട്ടരും നടത്തിയത്. 6 സീറ്റാണ് V4 പട്ടാമ്പി എന്ന കൂട്ടായ്മ നേടിയത്. ഇതോടെ ഭരണത്തിലേറാമെന്ന കോൺഗ്രസിന്റെ മോഹം നടന്നില്ല. ഇടതുപക്ഷത്തിനൊപ്പം ഷാജി ചേർന്നതോടെ അദ്ദേഹം വൈസ് ചെയർമാൻ ആവുകയും ചെയ്തു. ഷാജിയും കൂട്ടരും നടത്തിയ നീക്കങ്ങൾ കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു. മത്സരിക്കാൻ അവസരം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഷാജിയും കൂട്ടരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതും V4 പട്ടാമ്പി രൂപീകരിച്ചതും. ഇരുവിഭാഗവും നിലപാട് കടുപ്പിച്ചതോടെ ഭരണത്തിൽ മാറ്റം വന്നു. കോൺഗ്രസ് 4 സീറ്റിൽ ഒതുങ്ങി. മുസ്ലിം ലീഗിന് 7 സീറ്റ് ലഭിച്ചു. ഇടതുപക്ഷത്തിന് 10 സീറ്റും. 6 സീറ്റ് നേടിയ V4 പട്ടാമ്പിക്കൊപ്പം ചേർന്ന് ഇടതുപക്ഷം ഭരണം നടത്തി. പാലക്കാട് MP VK ശ്രീകണ്ഠൻ നടത്തിയ നീക്കങ്ങളാണ് V4 പട്ടാമ്പിയിലെ പ്രധാന നേതാവ് TP ഷാജിയെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിച്ചത്. അദ്ദേഹത്തിനൊപ്പം നിരവധി പേർ കോൺഗ്രസിൽ ചേർന്നു. ഷാജി കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പദവിയും കൗൺസിലർ പദവിയും രാജിവെച്ചിരുന്നു. എന്നാൽ മറ്റംഗങ്ങൾ രാജിവെച്ചിട്ടില്ല. ഇവർക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാജി ആലോചിച്ച ശേഷമേ ഉണ്ടാകൂ എന്നാണ് വിവരം. V4 പട്ടാമ്പിയിലെ ഒരംഗം വെൽഫെയർ പാർട്ടി ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഷാജിയുടെ നിലപാടാണെന്ന് പറയാൻ സാധിക്കില്ല. അതേസമയം മറ്റു കൗൺസിലർമാരുമായി LDF നേതാക്കൾ ചർച്ച നടത്തുന്നു എന്നാണ് വിവരം. അവരെ കൂടെ നിർത്താനുള്ള നീക്കമാണ് ഇടതുപക്ഷം നടത്തുന്നത്. ഇത്തവണയും ഭരണം പിടിക്കാൻ സാധിക്കുമെന്നാണ് LDF നേതാക്കളുടെ ആത്മവിശ്വാസം. അതേസമയം ഷാജിയും കൂട്ടരുമില്ലെങ്കിൽ എങ്ങനെ LDF ഭരിക്കുമെന്ന ചോദ്യമാണ് ബാക്കി. ഷാജിക്കൊപ്പം മറ്റു കൗൺസിലർമാരും കോൺഗ്രസിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. V4 പട്ടാമ്പി പൂർണ്ണമായും ഇല്ലാതാകുമെന്നും അവർ കരുതുന്നു. ബാക്കി കൗൺസിലർമാരെയും കോൺഗ്രസ് ബന്ധപ്പെടുന്നുണ്ട്. നഗരസഭയിലെ നേതാക്കൾക്കിടയിൽ ഐക്യം വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മുൻപ് കോൺഗ്രസും ലീഗും തമ്മിൽ ചില പ്രശ്നങ്ങൾ പട്ടാമ്പിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അത്തരം പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരിഹരിച്ചിട്ടുണ്ട്. എന്നാൽ ഇടതുമുന്നണിയിൽ CPIയോടും CPI സ്ഥാനാർത്ഥികളോടും പലർക്കും യോജിപ്പില്ല. ഇത് കോൺഗ്രസിനും UDFനും അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.